മലപ്പുറം തിരൂരിൽ 11 മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസാണ് സ്പോട്ട് ലൈവ് ഇനി പരിശോധിക്കുന്നത്. കേസിൽ അമ്മയ്ക്കും കാമുകനും കാമുകന്റെ മാതാപിതാക്കൾക്കുമെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തി. കുട്ടിയുടെ ശരീരാവശിഷ്ടങ്ങളുടെ പരിശോധന തൃശൂർ മെഡിക്കൽ കോളേജിൽ പുരോഗമിക്കുകയാണ്. പ്രതികളെ ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. CV അനുമോദ് ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങളുമായി. അനുമോദ്, 2 ദിവസം മുൻപാണ് മലപ്പുറത്തു നിന്ന് തന്നെ സ്വന്തം അമ്മ ഒരു ചോര കുഞ്ഞിനെ ബക്കറ്റിൽ മുക്കി കൊലപ്പെടുത്തിയെന്ന വാർത്ത അനുമോദ് റിപ്പോർട്ട് ചെയ്തത്. അത് ആ സംഭവം നടന്ന് മണിക്കൂറുകൾക്കകം മറ്റൊരു നടുക്കുന്ന ഹൃദയം നുറുങ്ങുന്ന വാർത്ത മലപ്പുറം തിരൂരിൽ നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ. അതായത് വലിയ രീതിയിൽ ഒരു ക്രൂരത ആ 11 മാസം പ്രായമുള്ള കുഞ്ഞിനെ നേരിടേണ്ടി വന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പിന്നീട് പുറത്തു വന്നത്. അമ്മയുടെ കാമുകനും മാതാപിതാക്കളും ചേർന്ന് കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ അമ്മയ്ക്കെതിരെയും കൊലക്കുറ്റം ചുമത്തിയിരിക്കുന്നു. അമ്മയ്ക്കും ഈ കുഞ്ഞിന്റെ മരണത്തിൽ പങ്കുണ്ടെന്നാണോ പോലീസ് പറയുന്നത്? അനുമോദ്, ടോം, നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞ വിവരം ഞെട്ടിപ്പിക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ വെളിപ്പെടുത്തൽ വരുന്നത്. കാരണം പോലീസ് നമ്മോട് പറയുന്നത് ഈ ഒരു സംഭവത്തിൽ 3 മാസം മുൻപാണ് ഈ ഒരു കുറ്റകൃത്യത്തിൻ്റെ തുടക്കം വരുന്നത്. ഭർത്താവുണ്ടായിട്ടും കാമുകനായ ജയസൂര്യനൊപ്പം പുതുച്ചേരിയിലെ കടലൂരിൽ നിന്നും ശ്രീപ്രിയ മലപ്പുറത്തെത്തുന്നു. ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ടാണ്. ഭർത്താവും അവർ വീട്ടുകാരൊന്നും അറിയാതെ, സ്വന്തം വീട്ടുകാരെ അറിയാതാണ് വരുന്നത്. അപ്പോൾ തന്നെ കുഞ്ഞ് 11 മാസം പ്രായമുള്ള ഒരു കൈക്കുഞ്ഞ് ഇവർക്കുണ്ടായിരുന്നു. ആ കുഞ്ഞിനെ ഉപേക്ഷിക്കണമെന്ന് ഭർത്താവ് ഈ കാമുകൻ തുടർച്ചയായിട്ട് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ കുഞ്ഞിനെ പലതരത്തിലുള്ള പീഡനങ്ങളാണ് പിന്നെ ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഇതൊക്കെ ആ കുട്ടിയുടെ അമ്മയായ ശ്രീപ്രിയയുടെ അറിവോടെയും സമ്മതത്തോടെയും ആയിരുന്നു എന്നാണ് പറയുന്നത്. കുട്ടിയെ പല തവണ അതിക്രൂരമായിട്ടാണ് ഇവർ ഉപദ്രവിച്ചിരുന്നത്. തല ചുമരിൽ ഇടിപ്പിച്ചിട്ടുണ്ട്, ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ അതിക്രൂരമായിട്ട് ഒരു കുഞ്ഞിനോട് എങ്ങനെ 11 മാസം പ്രായമുള്ള എങ്ങനെ ഇവർക്ക് പെരുമാറാനാകുമെന്ന് ചോദ്യമായി വരുന്നത്. ഇത്തരത്തിൽ ഉണ്ടായിട്ട് ഒരിക്കൽ ഇവരെ തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് കുട്ടിയെ കൊണ്ടുവന്നിരുന്നു. കുട്ടിയെ കൊണ്ടുവരികയും കുട്ടിയെ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്തു. അവിടെ പോയിട്ട് ചികിത്സ പൂർത്തിയാക്കാതെ ഇവർ മടങ്ങി വരികയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയും ഗുരുതരമായ ഒരു അവസ്ഥയിലുള്ള കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചു. എന്തുകൊണ്ട് ഈ കുട്ടിക്ക് ഈ അസുഖം വന്നു എന്ന് ഡോക്ടർ അന്വേഷിച്ചില്ല എന്ന് പോലും പോലീസ് ചോദിക്കുന്നുണ്ട്. അതായത് ഈ ഒരു സംഭവം അന്ന് ഡോക്ടർമാർ ഈ കുട്ടിക്ക് എങ്ങനെയാണ് ഈ അസുഖം വന്നത് അതിൽ കുറച്ച് വിശദമായിട്ട് അന്വേഷിക്കുകയാണെങ്കിൽ ഈ കുട്ടിയുടെ ജീവൻ ഒരുപക്ഷെ രക്ഷപ്പെട്ടവരെന്ന് നമുക്ക് പറയേണ്ടി വരും. അങ്ങനെ ഈ തുടർച്ചയായുള്ള പീഡനങ്ങളെ തുടർന്നാണ് ഈ കുഞ്ഞ് മരിച്ചത്. അതായത് ഒരു ദിവസം തലക്കടിച്ച് കൊല്ലുകയായിരുന്നില്ല. മാസങ്ങളായിട്ട് ഈ കുട്ടിയെ വിവിധ തരത്തിൽ അതിക്രൂരമായിട്ട് ഉപദ്രവിച്ച് അതിൻ്റെ എല്ലാം അനന്തരഫലമായിട്ടാണ് ഈ മരണമെന്നാണ് പോലീസ് പറയുന്നത്. എന്താണെങ്കിലും ഇതിൽ ഈ കുട്ടിയുടെ അമ്മയ്ക്ക് കൃത്യമായ പങ്കുണ്ട്. അമ്മയുടെ അറിവും സമ്മതവും ഇല്ലാതെ ഒരിക്കലും നടക്കുകയില്ല. കുഞ്ഞിനെ കൊലപ്പെടുത്തുക തന്നെ ആയിരുന്നോ ഇവരുടെ ലക്ഷ്യം? കാരണം ഇതേ രീതിയിൽ ക്രൂരമായി ഒരു 11 മാസം ഒരു വയസ്സ് പോലും ആകാത്തൊരു കുഞ്ഞിനോട് ക്രൂരത കാട്ടുകാരും മനുഷ്യത്വ രഹിതമായി പെരുമാറുന്ന ഒരു ആളുകളെ കുറിച്ചാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നത്. അമ്മ ഒരിക്കൽ പോലും ഇതൊന്നും തടയാൻ ശ്രമിച്ചിരുന്നില്ലേ ഇവരുടെ ക്രൂരതകൾ? ഇല്ല എന്ന് തന്നെ വേണം ഏറ്റവും പറയാൻ. ഇതിന് അനുബന്ധമായിട്ട് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുണ്ട്. ഈ ഒരു സംഭവം അതായത് ഡിസംബർ 10-നും ജനുവരി 10-നും ഇടയിലാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാവുന്നത്. ഈ കുഞ്ഞിന്റെ ജീവൻ അറ്റു എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം ഈ ജയസൂര്യന്റെ അച്ഛനും അമ്മയും ജയസൂര്യനും ചേർന്ന് കുട്ടിയുടെ മൃതശരീരം ബാഗിലാക്കി ശ്രീപ്രിയയുടെ അടുത്ത് കൊടുത്തു പറയുകയാണ്, ഈ സേലത്ത് കൊണ്ടുപോയി കളയണം, എവിടെയും വേണ്ട, സേലത്ത് കൊണ്ടുപോയി ഉപേക്ഷിച്ച് വരാൻ പറഞ്ഞു. ഒരു ദിവസം രാത്രിയാണ്, ഒരു വെള്ളിയാഴ്ച രാത്രിയാണെന്നാണ് പോലീസിനോട് ശ്രീപ്രിയ പറഞ്ഞത്. അങ്ങനെ ഈ മൃതദേഹവുമായിട്ട് ബാഗിലാക്കി ഈ യുവതി തൃശ്ശൂരിലെത്തി. തൃശ്ശൂരിൽ നിന്ന് അവിടെ ദൂരത്തേക്ക് പോകാൻ അവർക്ക് കഴിയുന്നില്ല, ആരെങ്കിലും കണ്ടുപിടിക്കുമെന്നുള്ള ഭയം. അങ്ങനെ തൃശ്ശൂരിലെ റെയിൽവേ സ്റ്റേഷൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള എൻട്രൻസിന് താഴെയുള്ള ഓടയിൽ ഇത് ഉപേക്ഷിച്ച് മടങ്ങുകയായിരുന്നു ചെയ്തത്. ഇത് ഇങ്ങനെ ഈ കുട്ടിയുടെ മൃതശരീരം ഉപേക്ഷിച്ച് മടങ്ങുക മാത്രമല്ല, അതിനുശേഷം ഇത് ഒളിപ്പിച്ചു വയ്ക്കാനും അവർ ശ്രമിച്ചു, അല്ലെങ്കിൽ ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു. ഇത് പുറം ലോകം അറിഞ്ഞതിലും അല്പം ഒരു ദൈവത്തിൻ്റെ ഇടപെടൽ എന്നൊക്കെ നമുക്ക് നാടകീയമായിട്ട് വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ഈ ശ്രീപ്രിയയുടെ സഹോദരിയും ഭർത്താവും തിരൂർ പരിസരത്ത് തന്നെ ആക്രി പെറുക്കി ജീവിക്കുന്നവരാണ്. അങ്ങനെ യാദൃശ്ചികമായിട്ട് ശ്രീപ്രിയയെ ചേച്ചിയുടെ ഭർത്താവ് കാണുകയും പിറ്റേ ദിവസം ഇവരെ അന്വേഷിച്ച് ഈ തലക്കാട് എന്ന സ്ഥലത്ത് എത്തുകയും ചെയ്തു. ശ്രീപ്രിയ അവിടെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യായിരുന്നു. ഇവരെ കണ്ട് ഒളിച്ചിരുന്നു.
അങ്ങനെ ഒളിച്ചിരുന്ന ഇവർ പോയെന്ന് ഉറപ്പാക്കി ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് ഇവരുടെ ഈ സഹോദരിയുടെയും ഭർത്താവിൻ്റെയും മുന്നിൽപ്പെട്ടത്. അങ്ങനെ ആ സഹോദരി ചോദിക്കുകയാണ് കുട്ടി എവിടെയെന്ന് ചോദിച്ചപ്പോൾ കുട്ടിയെ ആദ്യം ഹിന്ദിക്കാരെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അതിനുശേഷം കാണാനില്ലാതെ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പറയുന്ന മറുപടികളെല്ലാം വ്യത്യസ്തമായതുകൊണ്ട് ദുരൂഹത ഉള്ളതുകൊണ്ട് മാറ്റി നിർത്തി ചോദ്യം ചെയ്തപ്പോഴാണ് ഈ ഇത്തരത്തിൽ ജയസൂര്യനും അച്ഛനും അമ്മയും ചേർന്ന് കൊന്നു എന്ന് പറഞ്ഞത്. നാട്ടുകാർ ഇടപെട്ടു, പോലീസിനെ അറിയിച്ചു. ഇതിനെ തുടർന്നുണ്ടായത് നമുക്കറിയാം, ഇന്നലെ ഉണ്ടായ സംഭവവികാസങ്ങളൊക്കെ. അതായത് ഈ യുവതിയുടെ സഹോദരിയും ഭർത്താവും അവരാണോ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസിനെ കൈമാറിയത്? അതേ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ കൊലപാതക വിവരം, ഈ നടുക്കുന്ന കൊലപാതക വിവരം പുറത്തു വന്നത്. അനുമോദ്, അതായത് ഈ ഭർത്താവിനെ ഉപേക്ഷിച്ചുകൊണ്ട് ഈ ശ്രീപ്രിയ നാട് വിട്ടത്, ആ നാട് എവിടേക്കാ പോയതെന്ന് ആർക്കും അറിയണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ശ്രീപ്രിയയെക്കുറിച്ച് ഇവരുടെ കുടുംബക്കാരും വീട്ടുകാരൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് യാദൃശ്ചികമായിട്ട് ഈ ഭർത്താവല്ല ഈ യുവതിയും ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും ഇവരെ കണ്ടുമുട്ടുന്നത്. തികച്ചും യാദൃശ്ചികമായിട്ട് കണ്ടുമുട്ടിയതാണ്. അങ്ങനെ കണ്ടുമുട്ടിയപ്പോൾ ചേച്ചി ചോദിക്കുകയാണ് കുട്ടി എവിടെയെന്ന് ചോദിച്ചപ്പോൾ അതിന് നൽകിയ പരസ്പര വിരുദ്ധമായ മൊഴികളാണ് ഈ യഥാർത്ഥത്തിൽ ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഈ ഒരു കൊടും ക്രൂരകൃത്യം പുറത്തു വരാൻ കാരണമായത്. കൃത്യമായ മറുപടി നൽകാതെ പല മറുപടികൾ നൽകി. അങ്ങനെ ആ ഒരു ഹോട്ടലിൻ്റെ മുൻപിൽ വെച്ചായിരുന്നു ഇത് സംഭവിച്ചത്. നാട്ടുകാർ ഇടപെട്ടു. ഈ മലപ്പുറത്തുള്ള ആളുകൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ വളരെ സജീവമായിട്ട് ഇടപെടുന്നവരാണ് ആ വിഷയത്തിലൊക്കെ. അപ്പം തിരൂരുകാർ അപ്പം തന്നെ ഇടപെടുകയും വളരെ ചോദ്യം ചെയ്യുകയും സംഭവം ഒരു ദുരൂഹതയുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് ഇവരെ വന്ന് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ചെയ്തത്. അത് ഈ യുവതിയുടെ സഹോദരിയുടെ ഭർത്താവും ഈ ശ്രീപ്രിയയെ ഈ കഴിഞ്ഞ ദിവസം കണ്ടില്ലായിരുന്നെങ്കിൽ ഈ 11 മാസം പ്രായമുള്ള കുഞ്ഞിനെ ഇവർ മൃഗീയമായിട്ട് മാസങ്ങളോളം ക്രൂരമായി പീഡിപ്പിച്ച് കൊന്ന കാര്യം ലോകം അറിയുമായിരുന്നില്ല. അതാണ് അവിടെ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ എന്ന് വേണമെങ്കിൽ പറയാം. അതിലൊക്കെ നാടകീയത അല്പം ഉണ്ടെങ്കിൽ പോലും അങ്ങനെ വേണമെങ്കിൽ പറയാം എന്ന് മാത്രമേ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. എന്നാലും ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും സജീവമായിട്ടുള്ളൊരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. പോലീസ് കൊലക്കുറ്റം തന്നെയാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. 4 പേർക്കെതിരെയും അത്തരത്തിൽ ഈ 4 പേർക്കും കൃത്യമായിട്ട് ഒരു പങ്ക് ഇതിലുണ്ട് എന്ന് മനസ്സിലാക്കി തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്ത് നടപടികൾ പുരോഗമിക്കുന്നത്. എന്നാണെങ്കിലും കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സാഹചര്യം, അതായത് ഈ ലഭിച്ച ശരീരാവശിഷ്ടങ്ങൾ പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. കാരണം 11 മാസം മാത്രമേ ഈ കുട്ടിക്ക് പ്രായമുള്ളൂ. അത് വലിയ ചെറിയ കുട്ടിയായിരുന്നു. അപ്പോൾ 1-2 മാസത്തിന് ശേഷം 1-2 മാസത്തിന് ശേഷം ഈ ഓടയിൽ കിടന്ന് ചീഞ്ഞളിഞ്ഞ ഭാഗങ്ങൾ പരിശോധിക്കും. എല്ല് മാത്രമാണ് കിട്ടിയുള്ളൂ, പിന്നെ കുറച്ച് ശരീരഭാഗങ്ങളും. അതിൽ കൃത്യമായിട്ട് മരണകാരണം എന്ന് പറയാൻ കഴിയുകയില്ല. DNA ടെസ്റ്റ് നടത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള നടപടികളൊക്കെ പുരോഗമിക്കുകയാണ്. മാത്രമല്ല വൈകുന്നേരത്തോടുകൂടി ഈ പ്രതികളെ എല്ലാം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ടോം CV അനുമോദാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. അനുമോദ് സൂചിപ്പിച്ച പോലെ അവിടെ ഒരു ദൈവത്തിൻ്റെ ഇടപെടൽ തന്നെ ആയിരിക്കാം ഈ കേസ്. ഈ സംഭവം ഈ കുഞ്ഞിനെ 11 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിൻ്റെ കൊലപാതക വിവരം പുറത്തറിയാൻ കാരണമായത്. കാരണം ഈ മൃതദേഹം അവർ മറവ് ചെയ്യുന്നു. പിന്നീട് ഒരിക്കൽ പോലും അത് ഈ കുഞ്ഞിൻ്റെ കൊലപാതക വിവരം ഒരു പക്ഷേ പുറത്തുപോലും അറിയാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു. പക്ഷെ ഇത്തരം പല നാടകീയമായ സംഭവകാശങ്ങളുടെ ഒടുവിലാണ് അമ്മയും കാമുകൻ്റെ മാതാപിതാക്കളും ചേർന്ന് ഒരു പിഞ്ചു കുഞ്ഞിനെ കൊലപ്പെടുത്തിയ വിവരം പുറത്തു വന്നത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം, ഇടവേള കഴിഞ്ഞു.